പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, സ്വർഗത്തിലെ ദൈവം യേശുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ച് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ ധന്യമാക്കാൻ തിരുവുള്ളമായി. ഞാനും നിങ്ങളും നമ്മുടെ ജീവിതം അറിയേണ്ട വലിയൊരു യാഥാർത്ഥ്യമാണ്. അഭിഷേകാഗ്നി വചന ശുശ്രൂഷയുടെ സമയത്ത് യേശു ഉദ്ഘോഷിക്കപ്പെടണമെന്നുള്ളത് സ്വർഗത്തിൻ്റെ വലിയൊരു ആഗ്രഹമായി അനവധി തവണ അച്ഛന് വെളിപ്പെട്ട് കിട്ടിയിട്ടുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ സമയം യേശുവിനെ ഏറ്റുപറയുകയും യേശുവിനെ ആരാധിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ലോകത്തിൻ്റെ അനേക രാജ്യങ്ങളിലായി നാനാഭാഗങ്ങളിലിരുന്ന് ഈ ശുശ്രൂഷകളിൽ പങ്കുചേരുന്ന സർവ്വ കുടുംബങ്ങളെയും വ്യക്തികളെയും ജനപദങ്ങളെയും ഗോത്രങ്ങളെയും വംശങ്ങളെയും സമുദായങ്ങളെയും സമൂഹങ്ങളെയും ഇന്ന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്താൽ സ്വർഗസ്വനായ പിതാവ് അഭിഷേകം ചെയ്യും. അവിശ്വാസങ്ങൾ വിട്ടുപോകും, പിശാചിൻ്റെ ഉപദ്രവങ്ങൾ മാറും, മാരകവ്യാധികൾ യേശുനാമത്തിൽ ഒഴിഞ്ഞു പോകും, എല്ലാ ഭൂതങ്ങളും ബാധകളും അലറിക്കൊണ്ട് ഓടിമറയും. വലിയ വിടുതലുകൾ, തലമുറകളാൽ വിനാശങ്ങൾ നീങ്ങുന്ന വിടുതലുകൾ ഇന്ന് കുടുംബങ്ങളിൽ വർഷിക്കപ്പെടും. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. എത്രമാത്രം നല്ല തീഷ്ണത തോന്നുന്നോ അത്ര ഉയർത്തി കുട്ടികളും മുതിർന്നവരും സർവരും, വിശ്വാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും തീഷ്ണത ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും മക്കളെ, ഇത് കർത്താവിൻ്റെ സഭയുടെ ഒരു ശുശ്രൂഷയാണ്. ആ കർത്താവിൻ്റെ സഭയെ അനുസരിക്കുക. എഴുന്നേറ്റ് നിന്ന് കൈകൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ ആരാധന, യേശുവേ ആരാധിക്കുന്നു. ജീസസ്, we worship you. യേശുനാമം അതിശയനാമം, ഏഴേനിക്കുമനാമം. യേശുനാമം അതിശയനാമം, ഏഴേനിക്കുമനാമം. അടിച്ച് പാപപരിഹാരാർത്ഥം പാതകരെ തേടി പാരിടത്തിൽ വന്ന നാമം. പാപപരിഹാരാർത്ഥം പാതകരെ തേടി പാരിടത്തിൽ വന്ന നാമം. പാപമറ്റ ജീവിതത്തിൽ മാതൃകയെ കാട്ടിത്തൻ പാവനമ പുണ്യനാമം. പാപമറ്റ ജീവിതത്തിൽ മാതൃകയെ കാട്ടിത്തൻ പാവനമ പുണ്യനാമം. യേശുനാമം അതിശയനാമം, ഏഴേനിക്കുമനാമം. യേശുനാമം അതിശയനാമം, ഏഴേനിക്കുമനാമം. കർത്താവേ, യേശുവേ, സർവ്വ ജനപദങ്ങളെയും ഗോത്രങ്ങളെയും രാജ്യങ്ങളെയും വംശങ്ങളെയും എല്ലാ ഭൂഖണ്ഡങ്ങളെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ലോകത്തിൽ വിടുതലുകൾ സംഭവിക്കട്ടെ, കൃപ നിറയട്ടെ.
അന്ധകാരങ്ങൾ തകരട്ടെ, പൈശാചികൾ ഒഴിഞ്ഞു പോകട്ടെ, വ്യാധികൾ നീങ്ങട്ടെ, വിടുതൽ സംഭവിക്കട്ടെ. ഗ്ലോറി 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 ഗ്ലോറി. എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തജനം വാഴ്ത്തും നാമം. വിശ്വാസത്തോടെ എല്ലാ നാമത്തിലും മേലായ നാമം, ഭക്തജനം വാഴ്ത്തും നാമം. താങ്ക് യു ജീസസ്. എല്ലാ മുഴങ്കാലും മടങ്ങുന്ന തിരുമുൻ വല്ലഭത്വമുള്ള നാമം. ആമേൻ ആമേൻ. എല്ലാ മുഴങ്കാലും മടങ്ങുന്ന തിരുമുൻ വല്ലഭത്വമുള്ള നാമം. കൈകൾ ഉയർത്തി കൈയടിച്ച് യേശുനാമം അതിശയ നാമം, ഏഴേനിക്കുമ്പ നാമം. ശ്രീയേശുനാമം അതിശയ നാമം, ഏഴേനിക്കുമ്പ നാമം. ശ്രീയേശുനാമം അതിശയ നാമം, ഏഴേനിക്കുമ്പ നാമം. worship you Lord. Yes Lord, you are the Lord, you are our Redeemer. എന്റെ രക്ഷയേ, എന്റെ സൗഖ്യമേ, എന്റെ ദൈവമേ, ഞങ്ങൾ ആരാധിക്കുന്നു. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. Glory, glory, glory. Yes, Lord. Oh, my Creator. Redeemer. Savior. Oh, King of Kings. Lord of Lords. അന്ധകാരങ്ങൾ ഇപ്പോൾ ഛിന്നഭിന്നമാകട്ടെ. ശക്തി, പ്രഭാവന ശക്തി, വിടുതലിന്റെ ശക്തി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിറയട്ടെ, 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 നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. അപ്പോസ്തല പ്രവർത്തനം 4-ാം അധ്യായം 12-ാം തിരുലിഖിതം. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. നമുക്ക് സ്ഥാനങ്ങളിലേക്ക്, സീറ്റുകളിലേക്ക് ഇരിക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, അനേക കുടുംബങ്ങളിൽ നിന്ന് അവർ സന്തോഷത്തോടെ പറയുന്നൊരു കാര്യമുണ്ട്. അഭിഷേകാഗ്നി വചന ശുശ്രൂഷ വെച്ചാൽ പിന്നെ കുട്ടികൾ സംസാരിക്കില്ല. അഭിഷേകത്തിന്റെ സ്വരം കേട്ടാൽ പിന്നെ തീരെ ചെറിയ കൈക്കുഞ്ഞുങ്ങൾ പോലും നന്നായി ഇരുന്ന് ദൈവിക കാര്യങ്ങളെ സ്വീകരിക്കുന്ന അനുഭവങ്ങൾ നിരവധി കുടുംബങ്ങളിൽ നിന്ന് പാരൻസ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ദൈവമായ കർത്താവിന് സ്തുതി. ഉറക്കെ പറയാ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ ബാലികാ ബാലന്മാരെയും വിദ്യാർത്ഥിനികളെ, യുവതി യുവാക്കന്മാരെയും എല്ലാ ദൈവമക്കളെയും പ്രത്യേകം അച്ഛൻ അഭിഷേകാഗ്നി ഹിൽസിൽ നിന്ന് അഭിവാദനം ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു സ്പെഷ്യൽ കൃപ ഈ ഒരു കൂട്ടായ്മയിൽ കർത്താവ് തരട്ടെ എന്ന് അച്ഛൻ ഹൃദയപൂർവ്വം ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. സന്തോഷത്തോടെ ഒന്നുകൂടെ ഉച്ചത്തിൽ പറയുക ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നുകൂടെ പറയുക ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയെ അറിയുക. പ്രിയപ്പെട്ട ദൈവമക്കൾ, അച്ഛൻ ഇത് പറയുമ്പോൾ നിരവധി സാഹചര്യങ്ങൾ അച്ഛൻ്റെ മനസ്സിലിരിപ്പുണ്ട്. ചില സ്ഥലത്ത് യേശുവിൻ്റെ അതിശക്തമായ സർവശക്തമായ യേശുവിൻ്റെ വചനങ്ങൾ എഴുതപ്പെട്ട ബൈബിളുകൾ കത്തിച്ച് കളഞ്ഞ ചില സംഭവങ്ങൾ ഞാൻ കേട്ടു. ഒരുപക്ഷെ വിശ്വാസമില്ലാത്ത അവിശ്വാസികളായ ആളുകളായിരിക്കാം.
വേറെ ചിലത്ത് യേശുവിൻ്റെ നാമം എഴുതിയ ചില പുസ്തകങ്ങളെയൊക്കെ ആളുകൾ നിന്ദിക്കുന്നതായി ഞാൻ കേട്ടു. ചിലപ്പോൾ യേശുവിൻ്റെ നാമം പറയുന്നിടത്ത് അസഭ്യങ്ങൾ വിളിച്ച് പറയണതും കേൾക്കാം. ഒരു കുടുംബത്തിൽ 5 പേരുണ്ടെങ്കിൽ 2 പേർ യേശുവിനെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ മദ്യപിച്ചിരിക്കുന്നവരും ദൈവത്തിൽ അവിശ്വസിക്കുന്നവരും നിഷേധിക്കുന്നവരും അപ്പുറത്തിരുന്ന് യേശുവിൻ്റെ നാമത്തെ പുച്ഛിക്കുക, യേശുവിൻ്റെ നാമത്തെ ദുഷിക്കുക, യേശുവിൻ്റെ നാമത്തെ ചീത്ത വിളിക്കുക, യേശുവിൻ്റെ നാമത്തെ അസഭ്യങ്ങൾ വിളിക്കുക. ഇങ്ങനെ ചെയ്യുന്ന ചില രാജ്യങ്ങളെയും ചില രാജ്യങ്ങളിലെ ജനങ്ങളെയും ആളുകളെക്കുറിച്ചും ചിലപ്പോഴെങ്കിലും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ തന്നെ ജീവിതത്തിൽ ചിലപ്പോൾ യേശുവിൻ്റെ നാമത്തെ അറിയാതെ അവഗണിക്കുകയും അനാദരിക്കപ്പെടുകയും യേശുവിൻ്റെ നാമത്തിന് അർഹിക്കുന്ന ബഹുമാനം കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാകാം. ഇന്ന് നമ്മൾ അറിയേണ്ട ചില യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് ദൈവവചനപ്രകാരം നമ്മളൊന്ന് ചിന്തിക്കാൻ പോവുകയാണ്. യേശുവിൻ്റെ നാമത്തെയും അതിൻ്റെ ശക്തിയെയും ഞാനും നിങ്ങളും അറിയണം. ഇത് സ്വർഗസ്ഥനായ പിതാവിൻ്റെ ആഗ്രഹമാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 1-ാം അധ്യായം 21-ാം വാക്യം, മാത്യു ചാപ്റ്റർ 1 വേഴ്സ് 21, അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: അവൾ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം. അപ്പൊ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ആഗ്രഹമാണ് യേശു എന്ന പേര് ദൈവപുത്രന് ഇടണം എന്നുള്ളത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, അതുകൊണ്ട് സ്വർഗസ്ഥനായ പിതാവ് വളരെ വാത്സല്യത്തോടെ നമുക്ക് തന്നിരിക്കുന്ന നാമമാണ് യേശു എന്ന നാമം. ഞാനും നിങ്ങളും ആ നാമത്തെ വഹിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ്. ആ നാമത്തെ വഹിക്കുന്ന വ്യക്തികൾ, ആ നാമത്തെ വഹിക്കുന്ന പുസ്തകങ്ങൾ, ആ നാമത്തെ വഹിക്കുന്ന സ്ഥലങ്ങൾ, ആ നാമത്തെ വഹിക്കുന്ന പാത്രങ്ങൾ, അതിന് പ്രത്യേകതയുണ്ട്, അതിന് ശക്തിയുണ്ട്. അതിനെ ചവിട്ടാനോ അതിനെ കത്തിച്ച് അനാഥരെ നിന്ദിക്കാനോ അതിനോട് എല്ലാ തരത്തിലുള്ള അസഭ്യങ്ങളും കാണിക്കാനോ ദൈവമായ കർത്താവ് നമ്മളെ അനുവദിച്ചിട്ടില്ല. എന്നെ ആദരിക്കുന്നതിന് ആദരിക്കപ്പെടും, എന്നെ നിന്ദിക്കുന്നത് നിന്ദിക്കപ്പെടും. തിരുലിഖിതങ്ങൾ മക്കളെ വായിച്ചിട്ടില്ലേ? നമ്മുടെ തന്നെ ശിക്ഷാവിധിയാണ്, നമുക്ക് തന്നെയുള്ള നിന്ദനങ്ങളാണ് ഞാനും നിങ്ങളും യേശുവിൻ്റെ നാമത്തെ ചവിട്ടുമ്പോൾ, യേശുവിൻ്റെ നാമത്തെ ദുഷിക്കുമ്പോൾ അവനവന് വേണ്ടി ശേഖരിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, യേശുവിൻ്റെ നാമത്തെ വഹിക്കുക, യേശുവിൻ്റെ നാമത്തെ വഹിക്കുന്ന വ്യക്തികൾ, വഹിക്കുന്ന സ്ഥലങ്ങൾ, വഹിക്കുന്ന വസ്തുക്കൾ, പുസ്തകങ്ങൾ, ഇതിന് പ്രാധാന്യമുണ്ട്. ഞാനൊരു സംഭവം ഓർമ്മിക്കുകയാണ്. അട്ടപ്പാടിയിൽ ഒരു പാവപ്പെട്ട അമ്മച്ചി വലിയ തിയോളജിക്കൽ ഡോക്ടറേറ്റ് ഒന്നും എടുത്തിട്ടില്ലെങ്കിലും ദൈവത്തിൻ്റെ ജ്ഞാനം സ്വീകരിക്കാൻ മാത്രം യോഗ്യത ദൈവം തെരഞ്ഞെടുത്തൊരു പ്രീതിപാത്രം. ഒരിക്കലും യേശുവിൻ്റെ നാമത്തെ, അത് മലയാളം പോലും അറിയാൻ പാടില്ല, യേശുവിൻ്റെ നാമത്തെ അറിഞ്ഞപ്പോൾ, ആ യേശുവിൻ്റെ നാമം എഴുതിയൊരു പുസ്തകത്തെ മാനിച്ചപ്പോൾ ദൈവം എങ്ങനെ ആ കുടുംബത്തെ മാനിച്ചു എന്ന് അവരുടെ അനുഭവത്തിലൂടെ പറയും. നമുക്കൊന്ന് ശ്രദ്ധിക്കാം. എൻ്റെ മകൾക്ക് വന്ന് ശരീരത്തിൽ രക്തമില്ല എന്ന് പറഞ്ഞിട്ട് 5 വർഷമായിട്ട് ഹോസ്പിറ്റലിൽ കിടത്തി. ഞാൻ 5 വർഷമായിട്ട് ഹോസ്പിറ്റലിൽ 5 വർഷമായിട്ട് ഹോസ്പിറ്റലിൽ കിടന്നു. ശരീരത്തിൽ രക്തം ഇല്ലാത്ത കാരണമുണ്ട്. ഡോക്ടർ പറഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോക്കോളൂ, ഈ കൊച്ച് ഇനി ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഈ കുട്ടിയുടെ ഫിസിക്കൽ കണ്ടീഷൻ വളരെ മോശമാണ്, ഈ കുട്ടീനെ കൊണ്ടുപോയിക്കോ, മരിക്കാൻ ഒരുക്ക്, അല്ലാതെ ജീവിക്കില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പൊ റോട്ടിൽ വന്ന് ഇരുന്ന് കരയുമ്പോൾ ഒരു അമ്മച്ചി റോട്ടിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഈ താവളത്തിൽ ഒരു പള്ളി ചെന്നിട്ട് നീ നിൻ്റെ മകളെ വിശ്വസിച്ച് ഈ പുസ്തകം മേടിച്ചിട്ട് കൊണ്ടുപോയി നിന്റെ മകളുടെ തലയിൽ വെച്ച് പ്രാർത്ഥിച്ചാൽ മതി, അവൾ രക്ഷപ്പെടും എന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? ഒരു അമ്മച്ചി വന്നിട്ട് റോട്ടിൽ എന്നോട് പറഞ്ഞു. ഈ പള്ളിയിൽ ചെന്നിട്ട് ഫാദർ, അതെ, ഒരു അമ്മച്ചി വന്നിട്ട് എന്നോട് പറഞ്ഞു, നിന്റെ മകളെ നീ ആ പള്ളിയിൽ ചെന്ന് കുർബാന കണ്ട്. അതായത് ഈ അമ്മച്ചിയുടെ കുട്ടീനെ കുറിച്ച് ഇങ്ങനെ ഓർത്ത് ഹൃദയം വെന്ത് വേദനിച്ചിരിക്കുന്ന സമയത്ത് റോട്ടിൽ സാധാരണ ചട്ടയും മുണ്ടെടുത്ത് അമ്മച്ചി വന്ന് പറഞ്ഞു, നീ താവള പള്ളി ചെന്നിട്ട് നീ അവിടെ കുർബാന കൈ കൊണ്ടാ മതി, നിന്റെ മകള് ഗുണപ്പെടുന്നു പറഞ്ഞു. എന്നിട്ട് ഈ പുസ്തകം ഇങ്ങനത്തെ ഒരു പുസ്തകം ഉണ്ടെന്ന് പറഞ്ഞോ? ഞാൻ വന്ന് ഇവിടെ
പ്രാർത്ഥിച്ചപ്പോൾ അച്ഛൻ ഈ പുസ്തകം പറഞ്ഞു, ഇത് കൊണ്ടുപോയി നിങ്ങൾ ആരുടെ തലയിൽ വെച്ചാലും നിങ്ങൾക്ക് രോഗം നന്നാകുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ പുസ്തകം മേടിച്ചു കൊണ്ടുപോയി. എനിക്ക് തമിഴ് മാത്രമേ അറിയുള്ളൂ, എനിക്ക് മലയാളം വായിക്കാൻ അറിയില്ല. എന്നിട്ട് ഈ പുസ്തകത്തിൽ കൊണ്ടുപോയി എൻ്റെ മകളുടെ തലയിൽ വെച്ച് യേശുവേ 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 നിന്ന് വിളിച്ചു. പൊട്ടി കരഞ്ഞു. പിറ്റേന്ന് ദിവസമാകുമ്പോൾ എൻ്റെ മകൾ എനിക്ക് നിന്ന് അമ്മേ എനിക്ക് നന്നായി. പിറ്റേ ദിവസം മകൻ എഴുന്നേറ്റ് അമ്മേന്ന് വിളിച്ച്, ദൈവമേ. ആ രാത്രി ഉറങ്ങി ഞങ്ങളെല്ലാം കിടന്നുറങ്ങുമ്പോൾ ഫാദറിന്റെ പോലെ ഒരു 10 ഫാദർമാർ എൻ്റെ അടുത്ത് വന്നു. 12 പേര്. അവർ വന്ന് എൻ്റെ അടുത്ത് വന്ന് നിന്ന്, നീ പേടിക്കണ്ട. ഫാദർ തന്നെ അത്ര 5-10 പേര് എൻ്റെ അടുത്ത് വന്ന് നിന്നിട്ട് രാത്രി ഉറക്കത്തിൽ നിൻ്റെ മകൾക്ക് ഒന്നുമില്ല, ഞാൻ രക്ഷപ്പെട്ട്, നീ പേടിക്കണ്ട എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് എനിക്ക് നോക്കുമ്പോൾ ആരെയും കണ്ടില്ല, എൻ്റെ മകൾ മാത്രമേ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നുള്ളൂ. യേശുവേ, ഒന്ന് ഈ ഇതുവഴി സുഖപ്പെടുത്തി പിറ്റേ ദിവസം തന്നെ പിന്നെ അത് കൺഫേം ചെയ്യാൻ വേണ്ടി രാത്രിക്ക് അത് ഈശോ തന്നെയാണ്, ഈശോയും ശിഷ്യന്മാരും ആയിരിക്കും. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ 2 പേരെ ആരെയും ഒഴിവാക്കിയിട്ടുണ്ട്. നമ്മുടെ പേര് പറ. എൻ്റെ പേര് സരോജിനി. എവിടെ സ്ഥലം? എവിടെയാ സ്ഥലം? കോട്ടത്തറ. യേശുവിന് നല്ല വിശ്വാസം. യേശുവിന് വിശ്വാസം ഉണ്ട് സാർ. യേശുവിന് വിശ്വാസം ഉള്ള കാരണം കൊണ്ട് പാതരെ ഞാൻ വന്നത്. എനിക്ക് ദൈവത്തിന് വിശ്വാസം ഉണ്ട്. എൻ്റെ മകളും എനിക്ക് ഈ പുസ്തകം ഇഷ്ടമായി. വിശ്വാസം വിശ്വസിക്കുന്നുണ്ട്. ദൈവം ഇവിടെ ഉണ്ട്. ദൈവം എന്നും എന്നെ കാത്തു രക്ഷിക്കുന്നുണ്ട്. എൻ്റെ മക്കളെയും കാത്തു രക്ഷിക്കുന്നുണ്ട്. ദൈവത്തിന് എന്നും വിശ്വസിക്കും. ഞാൻ ഒരു ഹിന്ദു മതത്തിൽ പെട്ടതാണ്. അത്ര കഷ്ടപ്പെട്ട കുടുംബം. എൻ്റെ മകളെ കാത്തു രക്ഷിക്കാൻ പറ്റില്ല. എൻ്റെ മകളെ വിട്ടു പോകും. യേശുവേ എന്ന് വിളിച്ചപ്പോൾ എൻ്റെ മകളെ രക്ഷപ്പെടുത്തി കൊടുത്തന്നെ യേശുവിന് നന്ദി. പത്ത് ഫാദർമാർ വന്നിട്ട് എന്താ പറഞ്ഞ? 10 ഫാദർമാർ വന്നിട്ട് നല്ല 2 പേരുടെ മകളെ അടുത്ത് കിടത്തി ഉറങ്ങിയിട്ട് തലയുടെ മുകളിൽ കൈ വെച്ച് പുസ്തകം തലയിൽ വെച്ചിട്ട് ഇങ്ങനെ വെച്ച് കിടന്നു. ഞാൻ കിടന്നപ്പോൾ ആ 10 ഫാദർമാരും എൻ്റെ അടുത്ത് വന്ന് നിന്നിട്ട് ഒരു ചെറിയ കൊച്ചിനെ കൊണ്ടുവന്ന പോലെ നിൻ്റെ മകൾക്ക് ഒന്നും വരില്ല, ഞാൻ രക്ഷപ്പെടുത്തി കൊടുക്കാമെന്ന് പറഞ്ഞാൽ 10 പേരും എൻ്റെ മകളുടെ തലയിൽ കൈ വെച്ചു. എൻ്റെ കയ്യിൻ്റെ മുകളിലും കൈ വെച്ചു. അവർ പ്രാർത്ഥിച്ചപ്പോൾ കാലത്ത് ആ രാത്രി എനിക്ക് തിരിഞ്ഞ് പെട്ടെന്ന് എനിക്ക് ഞാൻ പേടിച്ച് എനിക്ക് നോക്കുമ്പോൾ ആ ഫാദർമാർ ആരും കണ്ടില്ല. എൻ്റെ മകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ മകളും ഈ പുസ്തകം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ പിറ്റേ ദിവസം തൊട്ട് കുട്ടിക്ക് നല്ല സന്തോഷം. എൻ്റെ മകളും സന്തോഷമായി എനിക്കിരുന്നു. കഞ്ഞി കുടിക്കാണ്ട് ഇരുന്ന എൻ്റെ മകള് കഞ്ഞും കുടിച്ചു. പിറ്റേ ദിവസം തൊട്ട് കഞ്ഞി കുടിക്കാൻ തുടങ്ങി. ദൈവത്തിനെ സ്തോത്രം പറയുന്നു. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, അപ്പസ്തോല പ്രവർത്തനം 9-ാം അധ്യായം 15-ഉം 16-ഉം തിരുലിഖിതങ്ങൾ. ആക്ട്സ് ചാപ്റ്റർ 9 വേഴ്സസ് 15 and 16. കർത്താവ് അവനോട് പറഞ്ഞു, നീ പോവുക, വിജാതിയരുടെയും രാജാക്കന്മാരുടെയും ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ എൻ്റെ നാമം വഹിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട പാത്രമാണവൻ. എൻ്റെ നാമത്തെ പ്രതി അവൻ എത്രമാത്രം സഹിക്കേണ്ടി വരുമെന്ന് അവന് ഞാൻ കാണിച്ചു കൊടുക്കും. അപ്പോസ്തല പ്രവർത്തനത്തിൽ 9-ാം അധ്യായം സാവൂൾ എന്ന് പറയുന്ന വലിയ പണ്ഡിതനെ യേശു വിളിച്ച് പൗലോസാക്കി മാറ്റുന്ന ആ ഒരു പ്രക്രിയയിൽ അനനിയാസിൻ്റെ അടുത്ത് യേശു വന്ന് പറയുന്നൊരു രംഗമാണിത്. അനനിയാസ് പറഞ്ഞു, യേശുവേ, സാവൂൾ അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്നവരെ നിർമ്മാർജ്ജനം ചെയ്യാൻ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുന്ന ആളാ. അപ്പോഴാണ് യേശു പറയണത്, എൻ്റെ നാമം വഹിക്കാൻ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ പ്രീതി പാത്രമാണ്. ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ പാത്രമാണ് അവൻ. അപ്പോൾ യേശുവിൻ്റെ നാമം വഹിക്കാൻ യേശുവാണ് തിരഞ്ഞെടുക്കുന്നത്. യേശുവിൻ്റെ നാമം വഹിക്കുക, യേശുവിൻ്റെ നാമം പാടുക, യേശുവിൻ്റെ നാമം പ്രഘോഷിക്കുക, യേശുവിൻ്റെ നാമമുള്ള പുസ്തകം കയ്യിൽ പിടിക്കുക. അതിന് യേശു നമുക്ക് നിയോഗം തരുമ്പോഴേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഈ അമ്മയ്ക്ക് യേശുവിൻ്റെ നാമം മുദ്ര ചെയ്യപ്പെട്ടിരുന്നൊരു പുസ്തകം
എടുക്കാൻ ദൈവം അനുഗ്രഹം കൊടുത്തു. മലയാളം അറിയില്ലാത്ത ഒരു പ്രിയ മകളായിരുന്നെങ്കിലും ആ മകൾ ഈ മലയാളത്തിലുള്ള യേശു എന്ന നാമം വഹിക്കുന്ന പുസ്തകം എടുത്ത് 5 വർഷമായി രക്തം കുറഞ്ഞ് മരിച്ച് ഇനി ഡോക്ടർമാർ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ മരിക്കുള്ളൂ എന്ന് പറഞ്ഞ് വിട്ട ആ കുട്ടിയുടെ ശിരസിൽ ആ രോഗം, യേശു എന്ന നാമമുള്ള ആ പുസ്തകം ശിരസിൽ വെച്ചതേ ഉള്ളൂ. ആ രാത്രി ആ കുട്ടി സൗഖ്യം പ്രാപിച്ചു. ഉച്ചത്തിൽ പറയാ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിന്റെ ശക്തി അറിയാ. നോ ദ പവർ ഓഫ് ദി നെയിം ഓഫ് ജീസസ്, the power of the name of Jesus. Praise the Lord, Praise the Lord. hallelujah, Hallelujah. hallelujah, Hallelujah. ഇതിനെക്കുറിച്ച് വീണ്ടും വിശുദ്ധ ലേഖനങ്ങളിൽ ഒരു വെളിപ്പെടുത്തൽ കർത്താവ് തരാം. അതായത് ദൈവം വിശുദ്ധീകരിച്ചതിനെ, ദൈവം അങ്ങനെ എക്സോൾട്ട് ചെയ്തതിനെ, ദൈവം ഉയർത്തിയ ഒരു നാമത്തെ ഞാനും നിങ്ങൾ നിന്ദിക്കരുത്. ഇന്ന് അനേകര് അറിയാതെ ചെയ്യുന്നൊരു പാപമാണ് യേശുവിനെ ദുഷിക്കുക, യേശുവിൻ്റെ നാമത്തെ എഴുതിയ പുസ്തകത്തെയൊക്കെ വലിച്ചെറിയുക, യേശുവിൻ്റെ നാമത്തെ പുസ്തകം കത്തിച്ചു കളയുക, അതിനെ അനാദരിക്കുക, അതിനെ നിന്ദിക്കുക. യേശയ്യായുടെ പുസ്തകം 28-ാം അധ്യായം 22-ാം തിരുലിഖിതം, ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 28 വേഴ്സ് 22. നിന്ദിക്കരുത്, നിന്ദിച്ചാൽ നിങ്ങളുടെ ബന്ധനങ്ങൾ കഠിനമാകും. ബുക്ക് ഓഫ് ഐസയ 28 വേഴ്സ് 22. Now therefore do not scoff, or your bones will be made stronger. Then it will be very difficult to unbind. നിന്റെ ബന്ധനങ്ങൾ കഠിനമാകും. മക്കളെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നവർ ഒരുപക്ഷെ വിശ്വാസമുള്ളവരായിരിക്കണമെന്നില്ല, ഒരുപക്ഷെ ഒരിക്കലും പള്ളിയിൽ പോകാത്തവരായിരിക്കാം. ഒരുപക്ഷെ ഒരു കുടുംബത്തിൽ, നിങ്ങളുടെ കുടുംബാംഗങ്ങളിൽ ചിലർ പ്രാർത്ഥിക്കുമ്പോൾ ആ നാമത്തെയും ആ നാമത്തിലുള്ള പാട്ടുകളും ആ നാമത്തിലുള്ള പ്രാർത്ഥനകളെയും ദുഷിക്കുന്നവരോ പുച്ഛിക്കുന്നവരായിരിക്കാം. ഇന്ന് നിർത്തുക. കാരണം ഓരോ തവണ പുച്ഛിക്കുമ്പോഴും ഓരോ തവണ നിന്ദിക്കുമ്പോഴും നിങ്ങൾക്ക് തന്നെയുള്ള കയ്പ് നീരാണ്, നിങ്ങൾക്ക് തന്നെയുള്ള ക്രോധമാണ്, നിങ്ങൾക്ക് അതിൻ്റെ ശിക്ഷാവിധിയാണ് അറിയാതെ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത്. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 9-ാം അധ്യായം 12-ാം തിരുലിഖിതം, ബുക്ക് ഓഫ് പ്രോവർബ്സ് ചാപ്റ്റർ 9 വേഴ്സ് 12. നീ വിവേകിയെങ്കിൽ പ്രയോജനം നിനക്ക് തന്നെ, പരിഹസിച്ചാൽ അത് നീ തന്നെ ചുമക്കേണ്ടി വരും. ഇഫ് യു ആർ വൈസ്, യു ആർ വൈസ് ഫോർ യുവർ സെൽഫ്. ഇഫ് യു സ്കോഫ്, യു alone will bear it. If you scoff, you alone will bear it. You have to bear it. നീ അത് വഹിക്കേണ്ടി വരും, നീ അത് സഹിക്കേണ്ടി വരും. ദൈവത്തിൻ്റെ വചനം മുന്നറിയിപ്പ് നൽകുകയാണ്. അധികാരസ്ഥാനത്തിരിക്കുന്നവരാകട്ടെ, അധികാരമില്ലാത്തവരാകട്ടെ, പഠിപ്പുള്ളവരാകട്ടെ, പഠിപ്പില്ലാത്തവരാകട്ടെ, വിശ്വാസമുള്ളവരാകട്ടെ, വിശ്വാസമില്ലാത്തവരാകട്ടെ, ഞാനും നിങ്ങളും പാലിക്കേണ്ട വളരെ അടിസ്ഥാനപരമായൊരു കാര്യമാണ്. ദൈവത്തിൻ്റെ നാമത്തോട് ബന്ധപ്പെട്ട ഒരു സ്ഥലത്തെയോ ഒരു വ്യക്തിയെയോ അങ്ങനെയുള്ള പാത്രങ്ങളോ പുസ്തകങ്ങളോ യേശുവിൻ്റെ നാമത്തെ ദുഷിക്കാനോ നിന്ദിക്കാനോ പുച്ഛിക്കാനോ തുച്ഛീകരിക്കാനോ മെനക്കെടരുത്, തുനിയരുത്. ഇത് ദൈവവചനം നമുക്ക് തരുന്ന ഒരു വെളിപ്പെടുത്തലാണ്. സന്തോഷത്തിന്റെ ഉച്ചത്തിൽ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. സുഭാഷിതങ്ങളുടെ പുസ്തകം 11-ാം അധ്യായം 20-ാം തിരുലിഖിതം, വികടബുദ്ധികൾ കർത്താവിന് വെറുപ്പുളവാക്കുന്നു, നിഷ്കളങ്ക ഹൃദയർ അവിടുത്തെ സന്തോഷിപ്പിക്കുന്നു. ദാ ഈ തമിഴ് സംസാരിക്കുന്ന ഈ അമ്മ ഒരു സാധാരണ ഒരു അമ്മച്ചി പറഞ്ഞപ്പോൾ അത് കേട്ട് അത് വിശ്വസിച്ചു. നിഷ്കളങ്ക ഹൃദയത്തോടെ യേശുവിൻ്റെ നാമത്തെ ആദരിച്ചപ്പോൾ ആ കുടുംബത്തെ രക്ഷിക്കാൻ കർത്താവ് ഭവനത്തിലേക്ക് ചെന്നു. നിഷ്കളങ്ക ഹൃദയർ അവിടുത്തെ സന്തോഷിപ്പിക്കുന്നു, എന്നാൽ കുടില ബുദ്ധികൾ കർത്താവിന് വെറുപ്പുളവാക്കുന്നു. പ്രൊവർബ്സ് ചാപ്റ്റർ 11 വേഴ്സ് 20. Crooked minds are an abomination to the Lord, but those of blameless ways are his delight. Proverbs chapter 11 verse 20. പ്രിയപ്പെട്ട ദൈവമക്കളെ, വികടബുദ്ധിയുള്ളവരുണ്ട്, ഒരുപാട് ദുർപീഡകളുള്ളവരുണ്ട്, പൈശാചിക പീഡകളുള്ളവരുണ്ട്. യേശു എന്ന നാമത്തെ കേൾക്കുമ്പോൾ തന്നെ സഹിക്കാൻ പറ്റാത്ത ഭാരവും കലിയുമുള്ള അനുഭവപ്പെടുന്ന ജീവിതങ്ങളുണ്ടാകാം. ഈ നിമിഷം ഓരോ കുടുംബത്തിനും ഓരോ ആത്മാക്കൾക്കും വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കുന്നു.
യേശുവിൻ്റെ നാമത്തെ സ്വീകരിക്കാൻ തക്കവണ്ണം ഒരു കൃപ സ്വർഗം ഓരോരുത്തർക്കും നൽകട്ടെ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ 17-ാം അധ്യായത്തിൽ 3-ാം തിരുലിഖിതം, ഏകസത്യദൈവമായ അങ്ങയെയും അവിടുന്ന് അയച്ച യേശു ക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. യേശുവിൻ്റെ നാമത്തെ അറിയുകയും വിളിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന ഓരോ ആത്മാവും, ഓരോ കുടുംബവും, ഓരോ ജീവിതവും നിത്യജീവൻ പ്രാപിക്കുമെന്ന് കർത്താവ് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. കൗശലക്കാരനായ സാത്താൻ ഒരുപക്ഷെ ചതിപ്രയോഗം വഴി നമ്മുടെ ആത്മാക്കളെ ബന്ധിച്ചിട്ടുണ്ടാകാം. യേശുവിൻ്റെ നാമത്തെ മാത്രമല്ല, യേശുവിൻ്റെ കുരിശിൻ്റെ അടയാളത്തെയും നമ്മൾ ആദരിക്കുമ്പോൾ അതിന് അനുഗ്രഹം നമുക്കുണ്ടാകും. ഈ നിമിഷങ്ങളിൽ പരിശുദ്ധ കുർബാനയുടെ ആരാധനയ്ക്ക് മുമ്പിൽ മക്കളെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നിത്യജീവൻ്റെ ഒരു നിയോഗം, നിത്യജീവൻ്റെ ഒരു അഭിഷേകം നമ്മുടെ കർത്താവ് നമ്മുടെ കുടുംബങ്ങളിലേക്ക് വർഷിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, സ്വർഗത്തിലെ ദൈവം ഒരു നാൾ നിത്യവിധിയാളനായി വരാനിരിക്കുന്ന രക്ഷകനായ യേശു ദിവ്യകാരുണ്യ രൂപനായി നമ്മുടെ മധ്യേ ഈ സമയം മുട്ടുകുത്തി നിന്ന് 2 കരങ്ങൾ ഉയർത്തി എത്ര ഉച്ചത്തിൽ യേശുവിനെ വിളിക്കാമോ അത്ര ഉച്ചത്തിൽ യേശുവിനെ വിളിക്കുക. ഈ സമയം കുടുംബത്തിലേക്ക് ഒത്തിരി തലമുറകളായുള്ള വിനാശങ്ങൾ നീക്കുന്ന അത്ഭുതകരമായ ദൈവ സാന്നിധ്യം, രോഗങ്ങൾ സുഖപ്പെടുത്തുന്ന കർത്താവിൻ്റെ സ്പർശനങ്ങൾ, കൂടോത്ര മന്ത്രവാദ ശക്തി തകർക്കുന്ന പൈശാചിക അട്ടിപ്പായിക്കുന്ന യേശുവിൻ്റെ വലിയ മിന്നലൊളികൾ, വലിയ സാന്നിധ്യങ്ങൾ ഭവനങ്ങളിലേക്ക് ലഭിക്കുന്ന സമയമാണ്. കൈകൾ ഈശോയുടെ പക്കലേക്ക് ഉയർത്തി പിടിക്കുക. യേശുവേ യേശുവേ എന്ന് വിളിക്കുക. ഉച്ചത്തിൽ വിളിക്കുന്നു, യേശുവേ 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 മറന്നു പോകില്ല നിൻ സ്നേഹം മനസ്സു ഞാനങ്ങിൽ അർപ്പിച്ചിടാം. മനസ്സു ഞാനങ്ങിൽ അർപ്പിച്ചിടാം. 2 കരങ്ങളും കൂപ്പി യേശുവിന് മുമ്പിൽ സർവ്വ ആദരവും കൊടുക്കുക. എന്നെങ്കിലും ജീവിതത്തിൽ യേശുവിനെ നിന്ദിക്കുകയോ ദുഷിക്കുകയോ ദൈവനാമത്തെ ശപിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ മക്കളെ, ഈ സമയം യേശുവേ എന്നോട് ക്ഷമിക്കണമേ എന്ന് കരഞ്ഞ് നിലവിളിച്ച് മക്കൾ പ്രാർത്ഥിക്കുന്നു. മറന്നു പോകില്ല നിൻ സ്നേഹം മനസ്സു ഞാനങ്ങിൽ അർപ്പിച്ചിടാം. മനസ്സു ഞാനങ്ങിൽ അർപ്പിച്ചിടാം. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അടയാളങ്ങൾ സംഭവിക്കട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ.